കളിപ്പാട്ടം കൊണ്ട് നിർമ്മിച്ച മോഡലിലേക്ക് ഒരു എല്ലിട്ടപ്പോൾ ടൗണിലും ഒരു വലിയ എല്ല് പ്രത്യക്ഷപ്പെട്ടു. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ആ മോഡൽ ടൗണിന്റെ അതേ പകർപ്പാണെന്നും സ്വന്തം വീടിന്റെ മുകളിൽ തന്നെ പോലൊരു രൂപമുണ്ടെന്നും അവൻ തിരിച്ചറിഞ്ഞത്. കൗതുകം തോന്നി. മോഡലിലേക്ക് അല്പം വെള്ളം സ്പ്രേ ചെയ്തതും പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി. സ്പ്രേ ചെയ്ത ഭാഗത്ത് മാത്രമായിരുന്നു മഴ. ആ മോഡലിന് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാനുള്ള ശക്തിയുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. തലേന്നത്തെ അപ്രതീക്ഷിത മഴ കാരണം റെസ്റ്റോറന്റ് ഉടമയുടെ നവീകരണ ജോലികൾ തടസ്സപ്പെട്ടതായി അറിഞ്ഞപ്പോൾ അവൻ രാത്രിയിൽ നഖം പോളിഷ് ഉപയോഗിച്ച് മോഡലിലെ റെസ്റ്റോറന്റിന് പുതിയ നിറം നൽകി. പിറ്റേന്ന് രാവിലെ പുതിയ നിറം കണ്ട് ഉടമ അത്ഭുതപ്പെട്ടു. എന്നാൽ അന്ന് തന്നെ വഴിയിലെ കുഴിയിൽ വീണ് ഒരു വൃദ്ധയ്ക്ക് പരിക്കേറ്റു. അത് 3 വർഷമായിട്ടും മേയർ നന്നാക്കാത്ത കുഴിയാണെന്ന് അവർ പറഞ്ഞു. പരാതിപ്പെട്ടിട്ടും കാര്യമില്ലെന്നറിഞ്ഞ അവൻ ടൗണിലെ സജഷൻ ബോക്സിലെ എല്ലാ പരാതികളും പരിശോധിച്ച് മോഡലിലൂടെ ഓരോന്നായി പരിഹരിക്കാൻ തീരുമാനിച്ചു. മോഡലിലെ കുഴി അവൻ നികത്തിയപ്പോൾ യഥാർത്ഥ റോഡും ശരിയായി. ചവണ ഉപയോഗിച്ച് മോഡലിലെ മാലിന്യങ്ങൾ മാറ്റിയപ്പോൾ ടൗണിലെ വേസ്റ്റും അപ്രത്യക്ഷമായി. രാത്രി മുഴുവൻ ഇരുന്ന് അവൻ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. പിറ്റേന്ന് ജനങ്ങളുടെ മുഖത്തെ സന്തോഷം അവന് തൃപ്തി നൽകിയെങ്കിലും ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം മേയറാണെന്ന് വിശ്വസിച്ച് ആളുകൾ അദ്ദേഹത്തെ വീണ്ടും പിന്തുണയ്ക്കാൻ തുടങ്ങിയത് അവനെ ഞെട്ടിച്ചു. നാണമില്ലാത്ത മേയർ വീണ്ടും മത്സരരംഗത്തിറങ്ങുകയും ചെയ്തു.